ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വലിയവർക്കുള്ള ഒരു കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കേൾക്കണം. കഥയുടെ പേര് അനശ്വരം എന്നാണ്. എന്നാൽ പറയട്ടെ. സെൻട്രൽ ജയിലിൻ്റെ കനത്ത ഇരുമ്പുവാതിൽ ഹരീഷിന് മുന്നിൽ മലർക്കെ തുറന്നു. അവൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. വേറെയും 2-3 പേർ കൂടി അന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. അവരും ഹരീഷിൻ്റെ പിറകെ പുറത്തേക്ക് നടന്നു. അവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാനായി ബന്ധുക്കൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഹരീഷിനെ കൊണ്ടുപോകാൻ മാത്രം ആരും ഉണ്ടായിരുന്നില്ല. ആ നശിച്ച കാരാഗൃഹത്തിലേക്ക് ഇനിയൊരിക്കലും തിരിഞ്ഞു നോക്കരുതെന്ന് കരുതിയെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. അവനറിയാതെ തന്നെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇരുമ്പുവാതിൽ അടഞ്ഞിരുന്നു. 14 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞാണ് അവൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. സ്വന്തം അമ്മയെ കൊന്ന കുറ്റത്തിനാണ് അവൻ ജയിലിലായത്. ഹരീഷ് ജയിലിൻ്റെ കവാടം തുറന്ന് റോഡിലേക്ക് ഇറങ്ങി. അവൻ്റെ കയ്യിൽ ഒരു പഴയ സഞ്ചി ഉണ്ടായിരുന്നു. അതിൽ ഒരു ജോഡി ഡ്രസ്സും 14 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ കുറച്ച് രൂപയുമാണ് ഉണ്ടായിരുന്നത്. ഒന്നോർത്തപ്പോൾ ആ ജയിലിനോട് അവന് നന്ദി തോന്നി. 14 വർഷം കൊണ്ട് തന്നെ ഒരു മനുഷ്യനാക്കി തീർത്തതിന്. അന്ന് താനിവിടെ എത്തുമ്പോൾ ഒരു കാട്ടുപോത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യമൃഗമായിരുന്നല്ലോ. ബാക്കിയുള്ള കാലം ഒരു കൂട്ടുകെട്ടിലും പെടാതെ നല്ലപോലെ ജീവിക്കണം. പക്ഷേ തൻ്റെ അമ്മയില്ലാതെ ഇനി എന്തിന് ജീവിക്കണമെന്ന് ഒരു നിമിഷം ഹരീഷ് ചിന്തിച്ചു. അമ്മയും അമ്മയുടെ സ്നേഹത്തിനും പകരം വയ്ക്കാനായി ഈ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ലെന്ന് ഈ 14 വർഷത്തെ ജയിൽ ജീവിതം കൊണ്ട് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. എല്ലാറ്റിനും കാരണം തൻ്റെ സുഹൃത്തുക്കളായിരുന്നു. തന്നെ ഇവിടം വരെ എത്തിച്ച ആ കൂട്ടുകാരെ ശപിച്ചുകൊണ്ട് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടന്നിരുന്ന ഒരു ബസ്സിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് പുറപ്പെട്ടു. കണ്ടക്ടർ വന്ന് പൈസ ചോദിച്ചപ്പോൾ അവൻ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് രൂപ കൊടുത്തു. തീരെ പരിചയമില്ലാത്ത മുഖം കണ്ട് കണ്ടക്ടർ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ബാക്കി ചില്ലറ കൊടുത്തു. ഹരീഷ് ആരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ അവൻ ഇറങ്ങി. പിന്നെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കൂടി നടക്കാൻ തുടങ്ങി. അവിടെ നിന്നും 1/2 കിലോമീറ്ററോളം നടക്കണം വീട്ടിലെത്താൻ. 14 വർഷം കൊണ്ട് തൻ്റെ നാടിനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പതുക്കെ നടന്നു. അവന് വല്ലാത്ത ദാഹം തോന്നി. പണിക്കരി ചേട്ടൻ്റെ പെട്ടിക്കടയിൽ നിന്നും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് കരുതിക്കൊണ്ടവൻ വേഗം നടന്നു. പെട്ടിക്കടയുടെ സ്ഥലമെത്തിയപ്പോൾ അവൻ നിന്നു. പെട്ടിക്കടയുടെ സ്ഥാനത്ത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റായിരുന്നു. അല്പസമയം അവനവിടെ നിന്നു. അപ്പോൾ പണിക്കരി ചേട്ടൻ അകത്തു നിന്നും പുറത്തേക്ക് വന്നു. വല്ലാതെ മെലിഞ്ഞ് വയസ്സനായിരുന്നു പണിക്കരി ചേട്ടൻ. പണിക്കരി ചേട്ടനെ ഹരീഷിനെ മനസ്സിലായില്ലെന്ന് തോന്നി. സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ അകത്തേക്ക് തന്നെ കയറിപ്പോയി. പക്ഷേ കാലം എത്രയൊക്കെ കഴിഞ്ഞാലും പണിക്കരി ചേട്ടനെ താൻ മറക്കില്ലല്ലോ. അമ്മയുടെ കയ്യിൽ പിടിച്ച് പിച്ചവച്ചു പിന്നിട്ട വഴികളിൽ കൂടി നടന്നപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ കാലത്തിൻ്റെ ചില ഓർമ്മകൾ കടന്നു വന്നു. ഹരീഷിന് 3 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിക്കുന്നത്. അവനും അമ്മയും മാത്രമായി പിന്നീട് ആ വീട്ടിൽ. ബന്ധുക്കളൊക്കെ കുറവായിരുന്നു. ഉള്ളവർ തമ്മിൽ പിണക്കത്തിലും. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. തന്നെ നോക്കാൻ വീട്ടിൽ മറ്റാരുമില്ലാത്തതിനാൽ 3 വയസ്സിൽ തന്നെ അമ്മ നഴ്സറിയിൽ ചേർത്തി. തന്നെ നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് വേണം അമ്മയ്ക്ക് പണിക്ക് പോകുവാൻ. നഴ്സറിയിൽ പോകുമ്പോൾ അമ്മയുടെ കൈപിടിച്ച് പാട്ടുപാടിയും കുറുമ്പ് കാട്ടിയും വേലിയിൽ പടർന്നു കിടക്കുന്ന ചെടികളിൽ നിന്ന് പൂക്കൾ പറിച്ചും വലിയ സന്തോഷത്തോടെയാണ് പോയിരുന്നത്. എന്നാൽ പണിക്കരി ചേട്ടൻ്റെ പെട്ടിക്കട എത്തുന്നതുവരെ മാത്രമേ ഈ സന്തോഷം തൻ്റെ മുഖത്തുണ്ടാകൂ. കടയിൽ നിന്നും അമ്മ മിഠായി വാങ്ങി തന്നില്ലെങ്കിൽ വഴിയിൽ കിടന്നുരുണ്ടും അമ്മയുടെ കയ്യിൽ കടിച്ചും നഴ്സറിയിൽ എത്തുന്നതുവരെ താൻ കരഞ്ഞുകൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ താൻ വാശി പിടിക്കാതെ തന്നെ അമ്മ മിഠായി വാങ്ങിത്തരുമായിരുന്നു. പണിക്കരി ചേട്ടൻ്റെ കടയിൽ കയറുവാൻ തനിക്കന്ന് വലിയ ഉത്സാഹമായിരുന്നു. വലിയ ഭരണികളിൽ പല നിറങ്ങളിലുള്ള മിഠായികൾ കാണുമ്പോൾ ഏതെടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇഷ്ടമാകുന്നത് ഒന്ന് വാങ്ങിത്തരും. മിഠായി തൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പണിക്കരി ചേട്ടൻ വാത്സല്യത്തോടെ തൻ്റെ കവിളിൽ തലോടും. എന്നിട്ട് അമ്മയോട് പറയും, ഇവൻ മിടുക്കനാകും കേട്ടോ, പാവം അച്ഛനില്ലാതെ പോയല്ലോ. അത് കേൾക്കുമ്പോൾ അമ്മയുടെ കണ്ണു നിറയുന്നത് താൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ കാശില്ലെങ്കിൽ പെട്ടിക്കട എത്താറാകുമ്പോൾ അമ്മ തൻ്റെ ശ്രദ്ധ തിരിക്കാനായി പാട്ടും കഥകളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ പാട്ടും കഥയുമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പെട്ടിക്കടയുടെ മുന്നിലെത്തുമ്പോൾ വണ്ടി ബ്രേക്കിട്ടതുപോലെ താൻ നിൽക്കും.
അപ്പോൾ അമ്മ തൻ്റെ കയ്യിൽ പിച്ചിയും വഴക്കു പറഞ്ഞും തന്നെ വലിച്ച് ഒരുവിധം നഴ്സറിയിൽ എത്തിക്കും. അമ്മയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണ് മിഠായി വാങ്ങി തരാഞ്ഞതെന്ന് കുറച്ചു വലുതായപ്പോൾ തനിക്ക് മനസ്സിലായി. പിന്നീട് ഒന്നും വേണമെന്ന് പറഞ്ഞ് താൻ വാശി പിടിക്കാറില്ല. നല്ലപോലെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി അമ്മയെ നന്നായി നോക്കണമെന്ന് അന്നൊക്കെ താൻ വിചാരിക്കാറുണ്ട്. 16-17 വയസ്സുവരെ താൻ അമ്മയുടെ പുന്നാര മകനായിരുന്നു. സ്കൂൾ വിട്ടുവന്നാൽ സ്കൂളിലെ വിശേഷങ്ങൾ വള്ളിപുള്ളി വിടാതെ താൻ അമ്മയോട് പറയുമായിരുന്നു. അമ്മയോട് പറയാത്ത ഒരു കാര്യവും അക്കാലത്ത് തനിക്ക് ഉണ്ടായിരുന്നില്ല. രാത്രി 11 മണിവരെ തനിക്ക് പഠിക്കാനായി അമ്മയും ഉറങ്ങാതെ കൂട്ടിരിക്കും. കോളേജിൽ പോയി 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ സ്വഭാവം പാടെ മാറിപ്പോയെന്ന് തനിക്കും തോന്നി തുടങ്ങിയിരുന്നു. തൻ്റെ കൂട്ടുകാരായിരുന്നു എല്ലാറ്റിനും കാരണം. പണക്കാരായ 3-4 കുട്ടികളായിരുന്നു അന്നത്തെ കൂട്ടുകാർ. കോളേജും പഠനവുമെല്ലാം അവർക്ക് വെറും ഒരു തമാശയായിരുന്നു. താനും അവരുടെ കൂട്ടത്തിൽ ചേരുവാൻ അധിക നാളൊന്നും വേണ്ടി വന്നില്ല. കഞ്ചാവും മയക്കുമരുന്നും മറ്റും അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു പങ്ക് തനിക്കും തരും. താൻ വേണ്ടെന്ന് പറഞ്ഞ് വിസമ്മതിച്ചെങ്കിലും കൂട്ടുകാർ നിർബന്ധിച്ച് അതൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഒന്നിനും ഉത്സാഹമില്ലാതായി. കോളേജിൽ പോകുന്നത് വല്ലപ്പോഴും മാത്രമായി. പാഠപുസ്തകത്തിലെ പേജുകൾ ലഹരി വസ്തുക്കൾ പൊതിയാനായി കീറിയെടുത്ത് പുറംചട്ട മാത്രമായി ബാക്കി. സിനിമയും ഹോട്ടലിലെ ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് രാത്രിയാകും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ കണ്ണീരൊഴുക്കി ഉറങ്ങാതെ അമ്മ തന്നെ കാത്തിരിപ്പുണ്ടാകും. താൻ അമ്മയുമായി വഴക്കുണ്ടാക്കുക പതിവായി. അന്ന് പതിവിലും നേരത്തെ അത്യാവശ്യ കാര്യത്തിനായി താൻ വീട്ടിലെത്തിയതായിരുന്നു. കഞ്ചാവിൻ്റെ ലഹരിയിലായിരുന്ന തന്നെ അമ്മ ഓരോന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. താനും അമ്മയെ ചീത്ത പറഞ്ഞു. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അയൽക്കാർ റോഡിലേക്കിറങ്ങി ശ്രദ്ധിക്കാൻ തുടങ്ങി. ലഹരിയിലായിരുന്ന താൻ അമ്മയെ തെറി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ തൻ്റെ മുഖത്തടിച്ചു. അയൽക്കാരുടെ മുന്നിൽ വെച്ച് അമ്മ തൻ്റെ മുഖത്തടിച്ചത് തനിക്ക് വലിയ അപമാനമായി തോന്നി. ദേഷ്യം കൊണ്ട് വിറച്ച താൻ അമ്മയെ പിടിച്ച് ആഞ്ഞൊരു തള്ളു വെച്ചു കൊടുത്തു. ഉമ്മറത്തു നിന്നും മുറ്റത്തേക്ക് ചവിട്ടുപടിയിൽ തലയടിച്ച് അമ്മ വീണു. അപ്പോൾ തന്നെ അമ്മയുടെ ബോധം പോയിരുന്നു. അയൽക്കാരിൽ ചിലർ അമ്മയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അന്നു രാത്രിയായപ്പോഴേക്കും അമ്മ മരിച്ചുപോയിരുന്നു. അയൽക്കാർ പോലീസിൽ വിവരമറിയിച്ചു. വൈകാതെ പോലീസ് എത്തി തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു. അധികം വൈകാതെ ജയിലിലുമായി. പരോളിൽ ഇറക്കാനോ കേസ് നടത്താനോ തനിക്ക് ആരുമില്ലായിരുന്നു. കഞ്ചാവിൻ്റെ ലഹരിയിൽ ചെയ്തു പോയതാണെങ്കിലും ആ തെറ്റ് എത്രത്തോളം വലുതായിരുന്നെന്ന് ലഹരി കട്ടടങ്ങിയപ്പോൾ തനിക്ക് മനസ്സിലായി. താനപ്പോൾ അമ്മയെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഓരോന്നോർത്ത് വീടെത്തിയത് അവൻ അറിഞ്ഞില്ല. വേലിയൊക്കെ പോയി പടി കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ആകെ കാട് പിടിച്ച് വീടിൻ്റെ ഉമ്മറത്തു വരെ പുല്ലും ചെടികളും പടർന്നു പന്തലിച്ച് കിടക്കുകയായിരുന്നു. ചെടികൾ വകഞ്ഞു മാറ്റി ഹരീഷ് ഉമ്മറത്തേക്ക് കയറി. അവൻ അവിടെ എത്തിയതറിഞ്ഞ് അടുത്ത വീട്ടിലെ കൃഷ്ണൻ ചേട്ടൻ അവിടേക്ക് വന്ന് ആ വീടിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിച്ച് ഒന്നും മിണ്ടാതെ തിരിച്ചിറങ്ങിപ്പോയി. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി. പൊടിയും മാറാലിയും എല്ലായിടത്തും നിറച്ചുണ്ടായിരുന്നു. ചിലയിടത്ത് പട്ടികയും കഴുക്കോലുമെല്ലാം ചിതലരിച്ച് ദ്രവിച്ച് വീണു കിടപ്പുണ്ടായിരുന്നു. അമ്മ കിടക്കാറുള്ള മുറിയിലേക്ക് അവൻ നടന്നു. അമ്മയുടെ കട്ടിൽ പൊടി നിറഞ്ഞു കിടക്കുകയായിരുന്നു. അവൻ അടുക്കളയിലേക്ക് നടന്നു. കുറേ അന്വേഷിച്ചപ്പോൾ ഒരു പഴയ ചൂൽ കിട്ടി. ചൂലുകൊണ്ട് കട്ടിലിലെ പൊടി മുഴുവൻ അടിച്ചു കളഞ്ഞ് വൃത്തിയാക്കി. പിന്നെ അവൻ ആ കട്ടിലിൽ കയറിക്കിടന്നു. നാളെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവൻ കണ്ണടച്ചു കിടന്നു. വീണ്ടും അവൻ അമ്മയുടെ ഓർമ്മകൾ വേട്ടയാടാൻ തുടങ്ങി. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഹരീഷ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. താൻ ചെയ്തുപോയ തെറ്റിന് അമ്മയോട് മാപ്പ് പറയണം, അല്ലാതെ തനിക്ക് സ്വസ്ഥമായി കിടക്കാൻ കഴിയില്ല. അവൻ വീടിന് പുറത്തിറങ്ങി. അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നടന്നു. ചെടികൾ വകഞ്ഞു മാറ്റി ആ സ്ഥലം അവൻ കണ്ടെത്തി. ഒരു ചെറിയ മൺകൂനയും ഒരു കൊച്ചു തെങ്ങിൻ തൈയും അവിടെ ഉണ്ടായിരുന്നു. അവനവിടെ ഇരുന്നു. പിന്നെ ആ മണ്ണിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ജയിലിൽ നിന്നും എത്തി. അറിയാതെ ചെയ്തുപോയ തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണം അമ്മേ. എനിക്ക് അമ്മയോട് എൻ്റെ മനസ്സിലെ ദുഃഖങ്ങൾ മുഴുവൻ പറയണം. 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും. അമ്മ ഒന്ന് പുനർജനിക്കമ്മേ. അമ്മയോടല്ലാതെ എൻ്റെ വേദനകൾ ഞാൻ ആരോട് പറയും? അമ്മയില്ലാത്ത ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഓരോന്നും പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടവൻ ആ കുഴിമാടത്തിലേക്ക് വീണു.
കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി അടുത്ത ശനിയാഴ്ച വീണ്ടും വരാം. അതുവരെ ടാറ്റ ബൈ ബൈ.